ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ്റെ തുടർച്ചയായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ഡയഗണലൈസേഷൻ ഓഫ് എ മെട്രിക്സ്. ഡയഗണലൈസേഷൻ ഈസ് എ കൈൻഡ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഡയഗണലൈസേഷൻ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ബി ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി ആണ്. ഇഫ് എ ആൻഡ് ബി ആർ സിമിലർ മെട്രിക്സസ്, നമ്മൾ പറഞ്ഞതാണ് എ ആൻഡ് ബി ആർ സിമിലർ മെട്രിക്സ്, ദെൻ ദർ എക്സിസ്റ്റ് എ ഇൻവെർട്ടിബിൾ മെട്രിക്സ് പി സച്ച് ദാറ്റ് ബി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി. ഇതാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർം കണ്ടീഷൻ. അപ്പം നമ്മളൊരു മെട്രിക്സ് എയുടെ അതിനെ നമുക്ക് ഡയഗണൽ മെട്രിക്സ് ആക്കണം. അപ്പം ആ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നമ്മൾ എഴുതുമ്പം ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം പി ഇൻവേഴ്സ് എ പി. സെയിം കാര്യം, അതായത് എയുടെ ഡയഗണൽ മെട്രിക്സ് ആണ് ഡി. ഇങ്ങനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാം ഒരു മെട്രിക്സ് എ. അതായത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. കണ്ടോ, ഇവിടെ രണ്ട് സിമിലർ മെട്രിക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എയുടെ സിമിലർ മെട്രിക്സ് ആണ് ഡി. ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്സ്. സോ എ ആൻഡ് ഡി ആർ ഹിയർ സിമിലർ മെട്രിക്സസ്. അപ്പോൾ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് റെഗുലർ പ്രൊസീജിയർ നമുക്ക് ആദ്യം പറയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. അതിനകത്ത് സ്റ്റെപ്പ് 1 നമുക്ക് പറഞ്ഞുകൊണ്ട് പറയാം. ഫസ്റ്റ് ഫൈൻഡ് eigenvalues and eigenvectors of the given matrix A. അതായത് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ് എയുടെ അതിൻ്റെ ഏഗൻ വാല്യൂസും ഏഗൻ വെക്റ്റേഴ്സും കാണും. സപ്പോസ് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് പോളിസ്പിൻ മെട്രിക്സ് ആണ് സിഗ്മ എക്സ്. ഇതെന്താണ്? 0 1 1 0 ആണ് അല്ലേ? ഇതിൻ്റെ ഏഗൻ വാല്യൂ എന്താണ്? പ്ലസ് ഓർ മൈനസ് 1 ആണ്. ഏഗൻ വാല്യൂസ് ആർ പ്ലസ് 1 ഓർ മൈനസ് 1. നമ്മളത് പറയുന്നുണ്ട്. ഇത് ക്വാണ്ടം മെക്കാനിക്സിലെ കാര്യം. ഇതാണ് ഒരു പോളിസ്പിൻ മെട്രിക്സ് എന്ന് പറയും. പോളിസ്പിൻ മെട്രിക്സ് 3 കമ്പോണൻ്റ് ഉണ്ട്. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്. ക്വാണ്ടം മെക്കാനിക്സ് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ പറയും. ഇതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഏഗൻ വെക്റ്ററാണ് 1/√2 1 1 ആൻഡ് 1/√2 1 - 1. അതായത് +1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത്, -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമോ ഏഗൻ വെക്റ്റേഴ്സ്? ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉണ്ട്. ഡിറ്റർമിൻറ്റ് a - λ 0, ദെൻ a - λ ഇൻറ്റു x = 0. ഇതാണ് ഏഗൻ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. ഇത് ഏഗൻ വെക്റ്റർ കാണാനുള്ള ഇക്വേഷൻ. ഇതെല്ലാം നമ്മൾ പറഞ്ഞു നേരത്തെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഓർത്തിരിക്കണം. നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ പോളിസ്പിൻ മെട്രിക്സസിൻ്റെ ഏഗൻ വാല്യൂസ്, ഇപ്പോൾ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡിൻ്റെ ഏഗൻ വാല്യൂസും ഏഗൻ വെക്റ്റേഴ്സും കാണാതെ തന്നെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണല്ലോ അവിടുത്തെ നമ്മൾ പ്രോബ്ലംസ് മെഷർമെൻറ്റ്സ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ആദ്യം ഇത് ഏഗൻ വെക്റ്ററും ഏഗൻ വാല്യൂ കണ്ടുപിടിക്കുക ഒരു മെട്രിക്സ് തന്നേക്കുന്നതിൻ്റെ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വി നീഡ് ടു ചൂസ് ദി സിമിലാരിറ്റി മെട്രിക്സ്. സിമിലാരിറ്റി മെട്രിക്സ് നമ്മൾ പി എന്നല്ലേ പറഞ്ഞത്? എസ് പി സച്ച് ദാറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഓഫ് എ, നമ്മൾ ഏഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിച്ചില്ലേ, എ ആർ ദ കോളംസ് ഓഫ്, ഇതാണ് പ്രൊസീജിയർ, ആർ ദ കോളംസ് ഓഫ് മെട്രിക്സ് പി. then obtain പി ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ പി ഇൻവേഴ്സ് എങ്ങനെ കാണും? പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് പി ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് പി. ഇതൊക്കെ അറിയാമല്ലോ, അറിയാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3 പെർഫോം സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ എന്താണെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പെർഫോം സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഒബ്റ്റെയിൻ ദ ഡയഗണൽ മെട്രിക്സ് ഡി. ഡയഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കുക ഡി. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പി ഇൻവേഴ്സ് എ പി. ഇതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഏഗൻ വാല്യൂസ് അങ്ങ് എഴുതുക എയുടെ, ബാക്കി 0 എന്ന് കൊടുക്കുക. ഇപ്പോൾ ഒരു 3/3 ആണ് ഇങ്ങനെയാണ് ഡയഗണൽ മെട്രിക്സ് എഴുതുന്നത്. ഏഗൻ വാല്യൂസ് പ്രിൻസിപ്പൽ ഡയഗണൽ എടുത്തെഴുതുക. അതാണ് ആ മെട്രിക്സിൻ്റെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ മെട്രിക്സ് കാണാൻ ജസ്റ്റ് ഏഗൻ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് പ്രിൻസിപ്പൽ ഡയഗണൽസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം. ഫസ്റ്റ് പ്രോപ്പർട്ടി, സ്ക്വയർ മെട്രിക്സ്, നമ്മളെല്ലാം സ്ക്വയർ മെട്രിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. എ ഓർഡർ ആൻഡ് ഈസ് സെഡ് ടു ബി diagonalizable if and only if it has n linearly independent eigenvectors. ഇപ്പോൾ ഒരു മെട്രിക്സ് എ ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇറ്റ് ഹാസ് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് eigenvectors ആണ്. ഇഫ് eigenvectors ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ദെൻ പി, നമ്മളെ സിമിലാരിറ്റി മാട്രിക്സ് ഇല്ലേ, പി ബിക്കം നോൺ ഇൻവേർട്ടിബിൾ ആവും. പി ബിക്കംസ് നോൺ ഇൻവേർട്ടിബിൾ, അതായത് പി ഇൻവേഴ്സ് ഡസൻറ്റ് എക്സിസ്റ്റ് ആ കേസിൽ അല്ലേ, ഇൻവേർട്ടിബിൾ ഇൻ നേച്ചർ ആയിപ്പോൾ. ദെയർഫോർ സച്ച് ട്രാൻസ്ഫോർമേഷൻ doesn't exist. Number of linearly independent eigenvectors എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി മെട്രിക്സ് ആയിരിക്കും. മെട്രിക്സ് can be diagonalized. Okay, matrix can be diagonalized. Second property ആണ്, if eigenvalues of matrix A are non-degenerate ആണെങ്കിൽ, അതായത് സെയിം ഏഗൻ വാല്യൂസ് അല്ല, ഡിഫറെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് ഇൻ നേച്ചർ, ദെൻ കറസ്പോണ്ടിങ് ഏഗൻ വെക്റ്റേഴ്സ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, പഠിച്ചു വയ്ക്കുക. അതായത് ഏഗൻ വാല്യൂസ് ഒരു മെട്രിക്സിൻ്റെ നോൺ ഡീജനറേറ്റ് ആണെങ്കിൽ ഏഗൻ വെക്റ്റേഴ്സ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കും. ഹെൻസ്, അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ദെൻ മെട്രിക്സ് എ വിൽ ബി ഡയഗണലൈസബിൾ ഇൻ നേച്ചർ. അപ്പോൾ ഡയഗണലൈസ് ചെയ്യണമെന്നുള്ള കണ്ടീഷൻസാണ് നമ്മൾ പറയുന്നത്. ഡയഗണലൈസബിൾ ഇൻ നേച്ചർ, അതായത് നമ്മൾ സിഗ്മ എസ് തന്നെ പറഞ്ഞു 1 0 1 1 0. ഇപ്പോൾ സിഗ്മ വൈ നമുക്കറിയാം 0 - i0. സിഗ്മ ഇസഡ് നമുക്കറിയാം 1. ഇതാണ് പോളിസ്പിൻ മെട്രിക്സസ് നമ്മൾ പറയും ക്വാണ്ടം മെക്കാനിക്സ്. അപ്പോൾ ഇതിൻ്റെ ഏഗൻ വാല്യൂസ് +1ഉം -1ഉം ആണ് കേട്ടോ. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ്. ഇതിൻ്റെ ഏഗൻ വെക്റ്റേഴ്സ് 1/√1 1 ആണ്. ഇതിൻ്റെ ഏഗൻ വെക്റ്റർ 1/√1 -1 ആണ്. -1 ഇതിൻ്റെതും +1ഉം -1ഉം ആണ്. ഇതിൻ്റെതും +1ഉം -1ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഏഗൻ വെക്റ്റർ 1/√1 i ആണ്. ഇതിൻ്റെ 1/√1 - i ആണ്, -1ൻ്റെ. ഓക്കെ, ഇതിൻ്റെ 1 0 ആണ്, 0 -1 ആണ്. ഇത് നമ്മൾ മൂന്നെണ്ണത്തിൻ്റെയും ഏഗൻ വാല്യൂസ് ഏഗൻ വെക്റ്റേഴ്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ മെഷർമെൻറ്റ്, സ്പിന്നിൻ്റെ മെഷർമെൻറ്റൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്വാണ്ടം മെക്കാനിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പറയുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുമ്പോൾ ഇതെല്ലാം പറയും. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ആണെങ്കിൽ ഈ മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. കാരണം എന്താ, ഡിസ്റ്റിങ്ക്റ്റ്, ഇത് നോക്കൂ, ഡിസ്റ്റിൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ആണ്. ഏഗൻ വെക്റ്റേഴ്സ് നോൺ ഡീജനറേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏഗൻ വെക്റ്റേഴ്സ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ദിസ് മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. ഇതാണ് പ്രോപ്പർട്ടി, കണ്ടോ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ഏഗൻ വാല്യൂസ് ഓഫ് മെട്രിക്സ് എ eigenvalues of matrix A are degenerate ആയാൽ എന്താണ് കേസ്? If degenerate in nature, then eigenvector can be either linearly dependent
ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്. Hence matrix A can be or cannot be diagonalizable. ഇതിന് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു മെട്രിക്സ് എക്ക് ഡീജനറേറ്റ് ഏഗൻ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവും, ഇൻഡിപെൻഡൻ്റ് ആവാം. ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഡയഗണലൈസബിൾ ഓർ നോൺ ഡയഗണലൈസബിൾ ഡിപ്പെൻഡ് ഓൺ ദ കണ്ടീഷൻ. അതായത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ ലെസ് ദാൻ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ്. ഇതാണ് കണ്ടീഷൻ. ഇതിനകത്ത് ഇഫ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ് ആണെങ്കിൽ ദെൻ ഡയഗണലൈസബിൾ. ഇത് നമ്മളിവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ്, മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. ഇത് ഈക്വൽ ആണെങ്കിൽ മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസബിൾ. ഓക്കെ, മെട്രിക്സിനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാം. മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസബിൾ if number of linearly independent eigenvectors is less than order of matrix ആണെങ്കിൽ matrix not diagonalizable അല്ലേ. നമുക്കൊരു എക്സാമ്പിളിൽ കൂടെ നമുക്കിത് പ്രൂവ് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. എക്സാമ്പിൾ ഒരു മെട്രിക്സ് എ, ഇത് 2 1 -1 4 എന്നിരിക്കട്ടെ, ഒരു 2x2 മെട്രിക്സ്. ഇതിൻ്റെ ഏഗൻ വാല്യൂസ് എന്താണ്? എനിക്കറിയാം ട്രേസ് എന്താണ്, 6 ആണ്. ഡിറ്റർമിനൻ്റ് എന്താണ്, 8 -1 ആണത് 9 ആണ്. അപ്പോൾ രണ്ട് നമ്പർ കൂട്ടുമ്പം 6ഉം ഗുണിക്കുമ്പം 9ഉം കിട്ടുന്ന രണ്ടും. അപ്പോൾ 3ഉം 3ഉം ആണല്ലോ. അപ്പോൾ അവിടെ മനസ്സിലായി 3ഉം 3ഉം ആണ്. ഇത് ഡീജനറേറ്റ് ആണ്. അപ്പോൾ ഏഗൻ വെക്റ്റേഴ്സ് ക്യാൻ ബി ഓർ കനോട്ട് ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഹെൻസ് ഇറ്റ് ക്യാൻ ബി ഓർ കനോട്ട് ബി ഡയഗണലൈസബിൾ. ഇതാണ് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഗൻ വെക്റ്റേഴ്സ് കാണാം. ഏഗൻ വെക്റ്റേഴ്സ് എങ്ങനെയാണെന്ന് a - λ × x = 0. ഇത് ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ ഇതെങ്ങനെ കാണും? നമ്മൾ ചെയ്യുമ്പോൾ 2 - λ 1 - 1 4 - λ × x = 0 എന്നാണ്. അപ്പോൾ λ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? -1 1 -1 1 × x1 x2 = 0 എന്ന് കിട്ടത്തില്ലേ? കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ -x1 + x2 = 0 എന്ന് കിട്ടും. ഒരു ഇക്വേഷൻ കിട്ടത്തുള്ളൂ, x1 = x2 അല്ലേ. അപ്പം ഏഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് λ = 3 എന്ന് പറയുന്നത് നമുക്കിപ്പം k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ k × 1 1 എന്ന് കിട്ടും അല്ലേ. ഒരു വാല്യൂ k ആണ്, അടുത്തതും k തന്നെ ആയിരിക്കും. അപ്പോൾ k × 1 1 എന്ന് കിട്ടും. അപ്പോൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്ററേ ഇതിനുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതല്ലേ. ഒരെണ്ണേ ഉള്ളൂ, k × 1 1. അപ്പോൾ 1 1 എന്ന് പറയുന്നത് ഒറ്റ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്ററേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് വരുന്നതാണ്. അപ്പം ഇത് മെട്രിക്സ് ഏതാണ്? ഓർഡർ 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ ഈസ് ലെസ് ദാൻ ഓർഡർ ഓഫ് ദ മെട്രിക്സ് അല്ലേ ഇവിടെ? യെസ്. അങ്ങനെയാണെങ്കിൽ സോ വി കനോട്ട് ഡയഗണലൈസ് ദിസ് മെട്രിക്സ്. ഇതാണ് കൺക്ലൂഷൻ. കണ്ടോ? ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ കാണാൻ n - r എന്നൊരു ഫോർമുല പറഞ്ഞില്ലേ ഒരു മെട്രിക്സിൻ്റെ. ഇത് റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ്. സപ്പോസ് a ആണെങ്കിൽ a - λ. ഇതാണ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ കാണാനുള്ള ഫോർമുല. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ റാങ്കിൻ്റെ കേസിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ പറയാൻ, അതായത് ഒരു മെട്രിക്സ് b 0 1 1 1 0 1 1 1 0 ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഏഗൻ വാല്യൂ λ b നമുക്ക് കിട്ടിയ 2 - 1 - 1 ആണ്. ഇത് നോൺ ഡീജനറേറ്റ് ആണ്. നോൺ ഡീജനറേറ്റ് ആകുമ്പം ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ കാണും. അത് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് കാണാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ n - r ആണ്. നമ്മൾ പറഞ്ഞ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. r എന്ന് പറയുന്നത് റാങ്ക് ഓഫ്, ഇത് നേരത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, റാങ്ക് ഓഫ് b - λ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓർഡർ നമുക്കറിയാം
3 ആണ്. റാങ്ക് ഓഫ് ഈ കേസിൽ റാങ്ക് ഓഫ് ബി മൈനസ് ലാംഡ ഐ ഓഫ് ലാംഡ ഈസ് ഈക്വൽ -1 എന്ന് പറയുന്നത് 1 കിട്ടും. അപ്പോൾ n-r എന്ന് പറയുന്നത് 3 - 1 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ റാങ്ക് 2 ആണ്. അത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ്. ഇവിടെ റാങ്ക് നമുക്ക് 2 കിട്ടി ഈ ഡീജനറേറ്റ് കേസ്. +2 പ്ലസ് ഈ ഇതിൻ്റെ നോൺ ഡീജനറേറ്റ് ഏഗൻ വാല്യൂവിന് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ, സോ 3 കിട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ടോട്ടൽ അപ്പം 3 അല്ലേ, ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ്. അപ്പം ദിസ് മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസ്. സോ ദിസ് മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. ഓക്കെ, കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഡീജനറേറ്റിൻ്റെ കേസിൽ എങ്ങനെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n-r ആണ്, n ഓർഡർ ആണ്, r റാങ്ക് ഓഫ് ദാറ്റ് മെട്രിക്സ് b - ലാംഡ അറ്റ് ദാറ്റ് ഏഗൻ വാല്യൂ. അപ്പോൾ അത് നമുക്ക് 2 എന്ന് കിട്ടി. പക്ഷേ 2 എന്ന് പറയുന്ന ഏഗൻ വാല്യൂവിന് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റർ ഉണ്ട്. സോ 2 + 1 = 3. ടോട്ടൽ 3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഏഗൻ വെക്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ടോ. അപ്പോൾ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയി 3/3 അല്ലേ ഇത്. അപ്പം മെട്രിക്സ് ക്യാൻ ബി ഡയഗണലൈസ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയഗണലൈസ്ഡ് മെട്രിക്സ് എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏഗൻ വാല്യൂസ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് എഴുതുക. 2 - 1 - 1 0 0. ഇതാണ് ആ മെട്രിക്സ് ബിയുടെ ഡയഗണലൈസ്ഡ് ഫോം. ഡയഗണലൈസ്ഡ് മെട്രിക്സ്. അപ്പോൾ ഇതാണ് തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഫോർത്ത് പ്രോപ്പർട്ടി, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇതെല്ലാം നമ്മളിന്ന് പറയുന്നതായിരിക്കും. ഫോർത്ത് പ്രോപ്പർട്ടി, ഇത് സിമിലാരിറ്റി മെട്രിക്സ് നമ്മൾ പറഞ്ഞതല്ലേ പി. സിമിലാരിറ്റി മെട്രിക്സ് പി റിക്വയർഡ് ഫോർ ഡയഗണലൈസേഷൻ. നമ്മളിതെല്ലാം പറഞ്ഞതാണ്. ഡയഗണലൈസേഷൻ ഓഫ് എ ഹെർമിഷ്യൻ മെട്രിക്സ്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ആ എ എന്ന് പറയുന്ന മെട്രിക്സ് ഹെർമിഷ്യൻ ആണ്. അപ്പോൾ സിമിലാരിറ്റി മെട്രിക്സ് ദാറ്റ് പി വിൽ ബി യൂണിറ്ററി ഇൻ നേച്ചർ. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിനെയാണ് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. എ ഒരു ഹെർമിഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ, ഓക്കെ, എ ഹെർമിഷ്യൻ ആണെങ്കിൽ പി യൂണിറ്ററി ആയിരിക്കും. ആ ഇൻവെർട്ടബിൾ മെട്രിക്സ് യൂണിറ്ററി ആയിരിക്കും. ഇതിനെയാണ് യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പറയുന്നതാണ്. അടുത്തതാണ് ഫസ്റ്റ്, ദ സിമിലാരിറ്റി മെട്രിക്സ് പി. ദ സിമിലാരിറ്റി മെട്രിക്സ് പി required for diagonalization of a real symmetric matrix. A will be orthogonal in nature. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു പ്രോപ്പർട്ടിയാണ്. will be orthogonal in nature ആയിരിക്കും സിമിലാരിറ്റി മെട്രിക്സ്. അതായത് എ ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ പി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, പി ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. നെക്സ്റ്റ് സിക്സ്ത് പ്രോപ്പർട്ടിയാണ് ടു സ്ക്വയർ മെട്രിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി simultaneously diagonalized if and only if A and B commutes with each other. വളരെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി. രണ്ട് സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി സൈമൾട്ടേനിയസ്ലി ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ എ ആൻഡ് ബി കമ്മ്യൂട്ട് ചെയ്യണം. അതായത് കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതായത് ഇപ്പോൾ രണ്ട് സ്ക്വയർ മെട്രിക്സ് എ ആൻഡ് ബി സൈമൾട്ടേനിയസ് ഡയഗണലൈസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി എ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഡയഗണലൈസ് ഫോം എന്ന് വെച്ചാൽ പി ഇൻവേഴ്സ് എ പി അല്ലേ. ഡി ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയഗണലൈസ് ഫോം പി ഇൻവേഴ്സ് ബി പി അല്ലേ. ഇഫ് എ ആൻഡ് ബി കമ്മ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ കമ്മ്യൂട്ടേറ്റർ എ ബി ഈക്വൾ 0 എന്നാണ്. അതായത് ഇതിൻ്റെ ഡെഫിനേഷൻ പ്രകാരം എ ബി മൈനസ് ബി എ ഈക്വൾ 0, എ ബി ഈക്വൾ ബി എന്ന് എഴുതാം അല്ലേ.
എഴുതിക്കൂടെ? എഴുതാം. സൈമിൾട്ടേനിയസ്ലി ഡയഗണലൈസ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടും പി സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടിൻ്റെ പി സെയിം ആയിരിക്കും. ഇപ്പോൾ ഡി എ നമുക്ക് എഴുതാം പി ഇൻവേഴ്സ് എ പി, ഡി ബി എഴുതാം പി ഇൻവേഴ്സ് ബി പി. എ ആൻഡ് ബി ഹാവ് കോമൺ ഏഗൻ വെക്റ്റേഴ്സ്. സൈമിൾട്ടേനിയസ് ഡയഗണലൈസ് എന്നത് എനും ബിക്കും കോമൺ ഏഗൻ വെക്റ്റേഴ്സ് ആയിരിക്കും. ആ പ്രോപ്പർട്ടി അറിയാമല്ലോ. കമ്മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയും ബിക്കും സെയിം ഏഗൻ വെക്റ്റർ ആയിരിക്കും എന്നുള്ള പ്രോപ്പർട്ടി. അപ്പം നമുക്ക് ഡി എ ഇൻറ്റു ഡി ബി ഈസ് ഈക്വൽ ടു ഡി ബി ഇൻറ്റു ഡി എ എന്ന് എഴുതാം. ഇതിൻ്റെ ഡയഗണൽ മെട്രിക്സ്, അതായത് ഡയഗണൽ എ ആൻഡ് ഡയഗണൽ ബിയും കമ്മ്യൂട്ട് ചെയ്യും. അതായത് ഡയഗണലൈസ്ഡ് മെട്രിക്സ് കമ്മ്യൂട്ട്സ് ഓൾവേസ്. ഡയഗണലൈസ് ആയിട്ടുള്ള മെട്രിക്സ് എപ്പോഴും കമ്മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഡി എന്ന് വെച്ചാൽ എന്താണ്? പി ഇൻവേഴ്സ് എ പി. ഡി ബി എന്ന് വെച്ചാൽ എന്താണ്? പി ഇൻവേഴ്സ് ബി പി. അല്ലേ? ഡി ബി എന്ന് വെച്ചാൽ എന്താണ്? പി ഇൻവേഴ്സ് ബി പി. ഡി എന്ന് വെച്ചാൽ എന്താണ്? പി ഇൻവേഴ്സ് എ പി. അപ്പോൾ പി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ എഴുതിക്കൂടെ? പി ഇൻവേഴ്സ് ബി എ ഇൻറ്റു പി. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ വെച്ചൊരു പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും എ ബി. ഇനി ഇവിടെ പി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ബോത്ത് സൈസ് നമ്മൾ ചെയ്യുമ്പോൾ എ ബി ഈക്വൾ ബി എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ സൈമിൾട്ടേനിയസ്ലി ഡയഗണലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കമ്മ്യൂട്ട് ചെയ്യും. എ ബി ഈക്വൾ 0 എന്ന് വെച്ചാൽ എന്തോ കമ്മ്യൂട്ടേറ്റർ എ ബി എന്ന് വെച്ചാൽ 0 ആണ്. കണ്ടോ? ഇപ്പോൾ സൈമിൾട്ടേനിയസ്ലി ഡയഗണലൈസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണലൈസ്ഡ് മെട്രിക്സ് എപ്പോഴും കമ്മ്യൂട്ട് ചെയ്യും, രണ്ട് മെട്രിക്സിൻ്റെ. അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് കേട്ടോ എ ആൻഡ് ബി കമ്മ്യൂട്ട്സ്. ഇതിൻ്റെ ഒരു പ്രൂഫ് അറിയണമെന്നൊന്നുമില്ല. നമുക്ക് ഈ പോയിൻ്റ് അറിഞ്ഞു വെച്ചാൽ മതി. Two square matrices can be simultaneously diagonalized if and only if A and B commutes with each other. ഓക്കെ, അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ഇത് വെച്ചുകൊണ്ടുള്ള നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അതായത് ഈ ഡയഗണലൈസ് മെട്രിക്സ് വെച്ചുകൊണ്ട് എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ നോക്കണം. ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ, ഒരു ആപ്ലിക്കേഷനാണ് കാൽക്കുലേഷൻ ഓഫ് പവർ ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ പവർ കാണാൻ നമുക്കിത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം, സപ്പോസ് ഡി ഈക്വൾ ടു പി ഇൻവേഴ്സ് എ പി എന്നാണ് ഒരു മെട്രിക്സ് എയുടെ ഡയഗണലൈസ്ഡ് ഫോം. അപ്പം എനിക്ക് എയുടെ പവർ കാണണം. എയുടെ പവർ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിനെ ഇവിടെ ഞാനൊരു ലെഫ്റ്റിൽ പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഡി പി ഇൻവേഴ്സ് എ പി എന്ന് കിട്ടും. പി ഇൻവേഴ്സ് എന്താണ്? പി ഡി ഇത് ഐ ആണ്, എ പി എന്ന് കിട്ടും. ഇനി ഇവിടെ വെച്ച് റൈറ്റിൽ വെച്ച് ഞാനൊരു പി ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എ പി ഇൻറ്റു പി ഇൻവേഴ്സ് എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ നമുക്ക് എ കിട്ടി. എ എന്ന് വെച്ചാൽ എന്താണ്? പി ഡി പി ഇൻവേഴ്സ് എന്ന് കിട്ടിയല്ലേ? ഇനി നമുക്ക് എ ക്യൂബ് കാണണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ എ റേസ് ടു എൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പി ഡി റേസ് ടു എൻ പി ഇൻവേഴ്സ് എന്ന് എടുത്താൽ മാത്രം മതി. അതായത് ഡയഗണൽ മെട്രിക്സിൻ്റെ പവർ റേസ് ചെയ്താൽ മാത്രം മതി. അതങ്ങനെയാണ്. സപ്പോസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എ സ്ക്വയർ ഈക്വൾ ടു എ ഇൻറ്റു എ എന്നല്ലേ? അല്ല, എ എന്ന് വെച്ചാൽ എന്താണ്? പി ഡി പി ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇതിനെ എ പിന്നെ എങ്ങനെ എഴുതാം? പി ഡി പി ഇൻവേഴ്സ്. പി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഐ ആണ്. പി ഡി സ്ക്വയർ പി ഇൻവേഴ്സ് എന്ന് കിട്ടിയില്ലേ? കണ്ടോ? അപ്പോൾ പി ഇൻവേഴ്സൊക്കെ പവർ റേസ് ചെയ്യത്തില്ല, ആകെ ഡയഗണൽ മെട്രിക്സിന് മാത്രമേ പവർ റേസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നു പറയുന്നത് ഏത് പവറാണ് റേസ് ചെയ്യേണ്ടതെന്ന്, ഓർഡർ അല്ല, ഏത് പവറാണ് റേസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അതായത് ടിഫർ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ, ടിഫർ 2016 ചോദിച്ചാൽ, ഇത് ഏഗൻ വാല്യൂസ് ഓഫ് എ സിമെട്രിക് if the eigenvalues of a symmetric 3x3 matrix A തന്നിട്ടുണ്ട് 0, 1, 3 and the corresponding eigenvectors തന്നിട്ടുണ്ട്. And the corresponding eigenvectors x of
ഓഫ് എ തന്നിട്ടുണ്ട് 1 1 1 1 0 -1 1 -2 1. ദെൻ A⁴ മെട്രിക്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതനുസരിച്ച് എ എങ്ങനെ എഴുതാം? പി ഡി പി ഇൻവേഴ്സ് എന്ന് എഴുതാം. A⁴ എങ്ങനെ എഴുതാം? പി D⁴ പി ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പോൾ എയുടെ ഏഗൻ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ 0 1 3 എന്നാണെങ്കിൽ ഇതിൻ്റെ ഡയഗണൽ മെട്രിക്സ് എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞു ഡയഗണലായിട്ട് ഇതിൻ്റെ എലമെൻറ്റ് ഏഗൻ വാല്യൂസ് എഴുതുക. കണ്ടോ, ഡി കിട്ടി. ഇനി എങ്ങനെ D⁴ എഴുതും? ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പവർ മാത്രം എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ എളുപ്പം. അതുകൊണ്ടാണ് ഡയഗണലൈസ് ചെയ്യുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഡി കിട്ടി. ഇനി പി എഴുതാം നമുക്ക്. പി എങ്ങനെ എഴുതും? പി നമ്മൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എഴുതിയേക്കുന്ന ഓർഡർ 0യുടെ ഏഗൻ വെക്റ്റർ, 1ൻ്റെ ഏഗൻ വെക്റ്റർ, 3യുടെ അത് കോളമായിട്ട് എഴുതുക. എഴുതുമ്പോൾ 1 1 1 1 0 -1 1 -2 1. കണ്ടോ, പിയും കിട്ടി. അപ്പോൾ A⁴ എങ്ങനെ എഴുതും? 1 1 1 1 0 -2 1 -1 1 ഇൻറ്റു D⁴ 0 0 0 0 1 0 0 0 3⁴ ഇൻറ്റു പി ഇൻവേഴ്സ്, അതായത് 1 1 1 1 0 -2 1 -1 1. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. പി ഇൻവേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജോയിൻറ്റ് ഓഫ് പി ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് പി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് A⁴ കിട്ടും. കണ്ടോ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് A⁴ കിട്ടും. അല്ലേ? യെസ്. ഇതൊരു വേ. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം A - λ x = 0 എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് Ax = λx എന്ന് എഴുതിക്കൂടെ? നമ്മൾ നോക്കണം, പവർ എടുക്കുമ്പം ഏഗൻ വെക്റ്റർ ചേഞ്ച് ചെയ്യത്തില്ല. ഏഗൻ വാല്യൂ എന്തോന്ന് വെച്ചാൽ അതേ റേസ് ടു ആവത്തോളൂ. ഞാൻ പറഞ്ഞില്ലേ, മെട്രിക്സിന് പവർ എടുക്കുമ്പോൾ ഏഗൻ വാല്യൂവിൻ്റെ പവർ ആവും. എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് ഏഗൻ വാല്യൂ അത്രയും ടൈംസ് റേസ് ആവും. അപ്പോൾ A⁴ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്ന മെട്രിക്സ്. ഇൻറ്റു ഏഗൻ വെക്റ്റർ, ഒരു ഏഗൻ വെക്റ്റർ എടുക്കുക. ഇപ്പം 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ 1 1 1 അല്ലേ? അപ്പോൾ ഏഗൻ വെക്റ്റർ എന്തോ 0⁴ ഇൻറ്റു ഇത് എക്സ് ആണ്, ഇൻറ്റു എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എടുക്കുക. ഒരു മെട്രിക്സ് ഇൻറ്റു 1 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുന്ന വാല്യൂ നോക്കുക ഓപ്ഷൻ. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു മെട്രിക്സ് എടുത്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ഏഗൻ വെക്റ്റർ എടുക്കുക. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇപ്പം ⁴ ആണെന്നുള്ളത് λ⁴ എടുക്കുക. 1⁴ അത് 1 ഇൻറ്റു 1 0 -1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നത് നോക്കുക. അങ്ങനെ തന്നെ തേർഡിൻ്റെ നോക്കുക. തേർഡിൻ്റെ ഏഗൻ വെക്റ്റർ 1 -2 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. 3⁴ ഇൻറ്റു 1 -2 1. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ മാത്രം എടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഷോർട്ട് ട്രിക്കിലും ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. ഇനി സെക്കൻഡ് ആപ്ലിക്കേഷനാണ് കാൽക്കുലേഷൻ ഓഫ് ഫങ്ഷൻ ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഫങ്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? അത് നമ്മളെങ്ങനെ എങ്ങനെ പറഞ്ഞാൽ അത് കൂട്ട് തന്നെ ഫങ്ഷൻ = പി ഫങ്ഷൻ ഓഫ് ഡി ഇൻറ്റു പി ഇൻവേഴ്സ്. ഇതാണ് ഫോർമുല. സപ്പോസ് നമുക്കിപ്പം E⁴ കാണണമെന്നുണ്ടെങ്കിൽ P⁴D പി ഇൻവേഴ്സ് എന്ന് എഴുതാം. cos A കാണണമെന്നുണ്ടെങ്കിൽ P cos D ഇൻറ്റു പി ഇൻവേഴ്സ് എന്ന് എഴുതാം. sin A കാണണമെന്നുണ്ടെങ്കിൽ P sin D ഇൻറ്റു പി ഇൻവേഴ്സ് എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ ഡയഗണൽ മെട്രിക്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പവർ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പവർ എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ എളുപ്പം. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഞാൻ പറഞ്ഞുതരാം. E⁻⁻. ഇപ്പോൾ D എടുക്കണം നമുക്ക്. E⁻⁷ ഫോർമുല, ഇതിൻ്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. I+D/1 ഡയഗണൽ മെട്രിക്സ് ആണ്. ഇങ്ങനെ എഴുതാം. അപ്പോൾ E⁻D എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഏഗൻ വെക്റ്റർ, ഏഗൻ വാല്യൂസ്, അതൊക്കെ ഇങ്ങനെ റേസ് ചെയ്തങ്ങ് പോകും. ഇപ്പം ഒരു 3/3 ആണെങ്കിൽ അതിങ്ങനെ വരും. 0 e⁻², 0 0 0 e⁻3. കണ്ടോ, ഇങ്ങനെ എഴുതാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ജസ്റ്റ് 2012 വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിവൺ എ മെട്രിക്സ് എം എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എം എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട് 2 1 1 2. ദെൻ വാട്ട് ഈസ് cos πm/6? ഓപ്ഷൻസ് എ ആണ്
ഇതൊക്കെയാണ്. എ ഈക്വൽ ടു 1/2 ഇൻറ്റു 1 2 2 1. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് √3/4 ഇൻറ്റു 1 -1 -1 1. ഓപ്ഷൻ സി √3/4 1 1 1 1. ഓപ്ഷൻ ഡി 1/2 1 √3 √3 1. അപ്പോൾ നോക്കൂ, എം എന്നിട്ട് കോസ് പൈ m/6 കാണാനാണ് അല്ലേ? ആണ്. അപ്പം നമുക്കിത് അറിയാം, ഇതൊരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ദിസ് ഈസ് എ കൈൻഡ് ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. അതായത് ഡയഗണൽ നമുക്കറിയാം ഡി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നമ്മളിവിടെ പറഞ്ഞതാണ് പി ഇൻവേഴ്സ് ഡയഗണലൈസേഷൻ നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഡി ഈസ് ഈക്വൽ ടു, ആൻഡ് ഇവിടെ നോക്കൂ, ഡി ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി. അങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഡയഗണലൈസ് ഫോം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഈക്വൽ ടു പി ഇൻവേഴ്സ് എം പി എന്ന് കിട്ടില്ല? കിട്ടും. ഇനി ഞാനിവിടെ പി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഡി ഈക്വൽ ടു എം പി എന്ന് കിട്ടും. പി ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എം എന്ന് കിട്ടും. അപ്പോൾ എമ്മിൻ്റെ പവർ എടുക്കുമ്പം ഡയഗണലൈസേഷൻ ഈസ് എ ഫോം ഓഫ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ഇപ്പോൾ കോസ് പൈ m/6 എന്ന് എടുക്കുമ്പോൾ പി കോസ് പൈ d/6 ഇൻറ്റു പി ഇൻവേഴ്സ് എന്ന് എടുത്താൽ മതി. അതായത് ഈ കോസ് പൈ d/6ൻ്റെയും കോസ് പൈ m/6ൻ്റെയും എഗൻ വാല്യൂ, ട്രേസ്, ഡിറ്റർമിനൻറ്റ് എല്ലാം ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ അല്ലേ? ആണ്. ഇതൊരു സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പം നമുക്ക് എം ഈസ് ഈക്വൽ ടു 2 1 1 2. ഇതിൻ്റെ ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? കൂട്ടുമ്പോൾ ട്രേസ് എന്ന് പറയുന്നത് 4 ആണ്, ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഏതാണ് രണ്ട് വാല്യൂസ്? കൂട്ടുമ്പം 4 ഗുണിക്കുമ്പം 3 കിട്ടുന്ന വാല്യൂസ് 3ഉം 1ഉം അല്ലേ? യെസ്, കണ്ടോ, 3ഉം 1ഉം ആണ്. അപ്പം നമുക്ക് ഡയഗണലൈസ്ഡ് ഫോം എഴുതാം. എങ്ങനെ എഴുതും? 1 0 0 3. ഇതാണ് എമ്മിൻ്റെ ഡയഗണലൈസ്ഡ് ഫോം. അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സിൽ ഏകൻ വാല്യൂസ് എടുത്ത് എഴുതും. ഇനി കോസ് പൈ d/6 എന്ത് കിട്ടും? അപ്പം ഡയഗണൽ എലമെൻറ്റ് മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യത്തുള്ളൂ. കോസ് π/6 0 0 കോസ് 3π/6 അല്ലേ? കണ്ടോ, ഇത് എത്രയാണ്? കോസ് 30 ആണ്. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. 0 0. ഇത് കോസ് π/2 ആണ്, 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ട്രേസ് എന്താണ്? √3/2. ഇത് തന്നെ ആയിരിക്കും കോസ് പൈ m/6ൻ്റെ ട്രേസും, √3/2. അങ്ങനെ എത്ര ഓപ്ഷൻ ഉണ്ട്? ഇത് നോക്കൂ, ഇതിൻ്റെ ട്രേസ് √3/2 കിട്ടുമോ? ഇല്ല, √3/2 അല്ലേ? യെസ്. അപ്പോൾ ഇത് തെറ്റായ ഓപ്ഷൻ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. ഇത് ട്രേസ് യെസ് 2 ഇൻറ്റു √3/4, അത് √3/2. ദിസ് ക്യാൻ ബി, ദിസ് ഓൾസോ ക്യാൻ ബി. ഇതോ പറ്റത്തില്ല. അപ്പോൾ 2 ഓപ്ഷനോട്ട് നമ്മൾ ചുരുങ്ങി. ഇനി ഡിറ്റർമിനൻ്റ് ഇതിൻ്റെ എടുക്കുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. അപ്പോൾ കോസ് പൈ m/6ൻ്റെ ട്രേസ് √3/2 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് 0 ആയിട്ടുള്ള ഓപ്ഷൻസ് 1 മൈനസ്, കണ്ടോ, ഇതും 1 തന്നെയാണ്. ഇതും 1 മൈനസ് 1 ആണ്, 0. കണ്ടോ, ഇവിടെ ഡിറ്റർമിനൻ്റ് 0 ആണ്. അപ്പോൾ 2 ഓപ്ഷന് വന്ന് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മളിത് ചെയ്തു നോക്കണം അല്ലേ? നമ്മൾ ചെയ്തു നോക്കണം. അപ്പം 2 അല്ലാതെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒറ്റ ഓപ്ഷനോട്ട് വരും. അപ്പം നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാം. അല്ലാത്ത കേസ് നമ്മൾ നമ്മുടെ കറക്റ്റ് മെത്തേഡിലോട്ട് പോകുമ്പോൾ കോസ് പൈ m/6 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതും നമ്മൾ? നോക്കൂ, പി കോസ് പൈ d/6 ഇൻറ്റു പി ഇൻവേഴ്സ് അല്ലേ? ഇപ്പോൾ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് പി ഇൻവേഴ്സ് നമുക്ക് പെട്ടെന്ന് എഴുതാം. പി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എഴുതിയേക്കുന്ന എഗൻ വാല്യൂസ് √3/2 0 0 0 അല്ലേ? ഇതാണ് കോസ് 3 √3/2 0 0 0. പി എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതും? നമുക്ക് കിട്ടിയിരുന്ന ഏകൻ വെക്റ്റർ 1ഉം 3ഉം ആണ്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏകൻ വെക്റ്റർ കണ്ടുപിടിക്കാം. അപ്പോൾ ഏകൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ 2 1 1 2 ഇൻറ്റു
എക്സ് ഈക്വൽ ടു ഇപ്പോൾ 1 ആണെങ്കിൽ നമ്മളങ്ങനെ എഴുതും ഇൻറ്റു എക്സ് എന്ന് കിട്ടും 1 × x അല്ലേ. അപ്പം 2 1 1 2 ഇൻറ്റു x1 x2 ഈസ് ഈക്വൽ ടു x1 x2 എന്ന് കിട്ടും. 1 കറസ്പോണ്ടിങ് 2x1 + x2 ഈക്വൽ ടു x1, 2x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. സോറി x1 ഈക്വൽ ടു -x2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏഗൻ വെക്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം, ഒരു 1/√2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/√2 നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 1/√2 x2 എന്ന് പറയുന്നത് 1/√2 ആണെങ്കിൽ 1/√2 - 1/2 എന്ന് കിട്ടും. ഇതാണ് ഏഗൻ വെക്റ്റർ. ഇത് ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ്. ഇനി ലാംഡ ഈക്വൽ ടു 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എങ്ങനെ എഴുതും? 2 1 1 2 ഇൻറ്റു x1 x2 ഈക്വൽ ടു 3x1 3x2, 2x1 + x2 ഈക്വൽ ടു 3x1. അപ്പോൾ x1 ഈക്വൽ x2 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഏഗൻ വെക്റ്റർ എന്ന് പറയുന്നത് 1/√2 1/√2 എന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഓർഡർ എഴുതുമ്പം നമ്മളെങ്ങനെ എഴുതും? ഇതാണ്ട് 1/√2 - 1/√2 1/√2 1/√2 എന്ന് കിട്ടും. ഇത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, ഇത് 3ക്ക് കറസ്പോണ്ടിങ്. ഇതിൻ്റെ പി ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താണ്? പി ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡയഗണൽ എലമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് നെഗറ്റീവ് ഇവിടെ വരും അല്ലേ. ഇങ്ങനെ 1/√2 1/2 ഇത് ഇവിടുന്ന് 1/√2 എടുത്തു കഴിഞ്ഞാൽ 1 1 1 വരും. അപ്പോൾ ഇത് 1/2 എന്ന് വരും. ഇവിടുന്ന് 1/√2 എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് 1/√2 എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. ഇത് 1 1 - 1 1 √3/2 0 0 0 1 - 1 1 1 അല്ലേ. 1/2 ഇൻറ്റു ഇത് 1 1 - 1 1 ഇൻറ്റു ഇതെടുത്ത് കഴിഞ്ഞാൽ എന്തുണ്ട്? √3/2 then -√3/2 0 0 then 1/2 ഇൻറ്റു ഇത് √3/2 കിട്ടും. ഇത് -√3/2 -√3/2 +√3/2 കിട്ടും അല്ലേ. അപ്പോൾ ഇത് √3/4 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 - 1 - 1 1 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? കണ്ടോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഇതാണ് ആൻസർ. √3/4 × 1 - 1 - 1 1 കണ്ടോ? ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു. അല്ല നമുക്ക് ഇതിപ്പോൾ 2 ഓപ്ഷൻ അല്ല 1 ഓപ്ഷനാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ വെച്ച് ചെയ്യാം. ട്രേസ് πm/6ൻ്റെയും πd/6ൻ്റെയും ഈക്വൽ ആയിരിക്കും, ഡിറ്റർമിനൻ്റ് ഈക്വൽ ആയിരിക്കും, ഏഗൻ വാല്യൂ ഈക്വൽ ആയിരിക്കും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ സിമുലാറ്ററി ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞത്. ഡയഗണലൈസേഷൻ ഈസ് എ കേസ് ഓഫ് സിമുലാറ്ററി ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ ഒരു കേസാണ്. ഓക്കെ, അപ്പം അങ്ങനെയും ചെയ്യാം. ഇതാണ് നമ്മൾ എക്സാക്ട് മെത്തേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.